പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ യാത്ര മുടങ്ങി. സമയത്ത് വിമാനത്താവളത്തിലെത്തിയെങ്കിലും വിമാനത്തിൽ കയറാനായില്ല. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ഫൈനൽ കോളിന് മുമ്പായി, ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പായി ഇൻഡിഗോ പ്രതിനിധികൾ അദ്ദേഹത്തെ എത്തി കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് പതിവ്. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. ഇത്തവണ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ആദ്യമായാണ് ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്നത്. ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. പോയി ക്യൂവിന്റെ അവസാനം നിൽക്ക്. എന്നാൽ ഫൈനൽ കോളിന് മുമ്പായി, വിമാനം പുറപ്പെടുന്നതിന് ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പായുള്ള സമയം വരെയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രതിനിധികൾ ആരും തന്നെ എത്തിയില്ല. ഒരുത്തനെ തിരിഞ്ഞു നോക്കിയില്ല. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങിപ്പോടാ പുല്ലേ എന്ന് പറയും പോലെ. ഗേറ്റ് അടയ്ക്കുന്ന സമയം അതിക്രമിച്ചു പോവുകയും ഇനി യാത്ര തുടരാനാകില്ല, ഈ വിമാനത്തിൽ കയറാനാകില്ല എന്ന നിലപാട് ഇൻഡിഗോ കമ്പനി എടുക്കുകയുമാണ് ഉണ്ടായത്. 10:30 ട്രെയിൻ ഉണ്ട്, ഈ ഇത്തരത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നതായി കമ്പനിയും അധികൃതരുമായി സംസാരിച്ചിരുന്നു. എങ്കിൽ പോലും വഴങ്ങാൻ കമ്പനി തയ്യാറായില്ല. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്നങ്ങട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം, ഇതല്ല ഉദ്ദേശം. തുടർന്ന് അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങുകയായിരുന്നു. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നു മോനെ.